രാസലഹരി മാഫിയയ്ക്കെതിരെ സിപിഎം കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 4-ന് വൈകിട്ട് 4-ന് അക്കിക്കാവ് മുതൽ കടവല്ലൂർ വരെ 5.5 കിലോമീറ്റർ ദൂരം പ്രതിരോധ മനുഷ്യച്ചങ്ങല തീർക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു മാസം നീണ്ടുനിൽക്കുന്ന വിധത്തിലാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ലഹരി മാഫിയയാണ് കേരളത്തിലുള്ളത്. പെരുമ്പിലാവ് ലഹരി മാഫിയയുടെ ഹബ്ബായി മാറുകയാണ്. 3 ജില്ലകളുടെ സംഗമസ്ഥലമായതുകൊണ്ടാണ് പെരുമ്പിലാവ് കേന്ദ്രീകരിച്ച് മാഫിയ പിടിമുറുക്കുന്നത്. ലഹരിക്കച്ചവടം ചോദ്യം ചെയ്തതിന് പോലീസിനെയും സിപിഎം പ്രവർത്തകരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവസാനം യുവാവിന്റെ കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ലഹരി മാഫിയ സംഘം. ആശങ്കയിലായ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു. ലഹരി മാഫിയയുടെ പ്രവർത്തനം ശക്തമായി കൈകാര്യം ചെയ്യാൻ പെരുമ്പിലാവ് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗൃഹസന്ദർശനം, ബോധവൽക്കരണ ക്ലാസുകൾ, ജാഗ്രതാ കൂട്ടായ്മകൾ, കുടുംബയോഗങ്ങൾ, തെരുവുനാടകം, ഫ്ലാഷ് മോബുകൾ, സാഹിത്യ സംഗമം, തെരുവോര ചിത്രരചന, വിളംബര ജാഥകൾ, യൂത്ത് നൈറ്റ്, കലാകായിക മത്സരങ്ങൾ എന്നിവ ഇതിനോടനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി യോജിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായും സഹകരിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി, ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, നേതാക്കളായ എം.എൻ. മുരളീധരൻ, കെ.ഇ. സുധീർ, കെ.ബി. ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 9-ാം തീയതി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശീലനം 200 സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ 200 സ്ത്രീകൾ അതിന്റെ പരിശീലനം ലഭിച്ചതിന് ശേഷം 9,500 വീടുകളിലും 100 സ്ക്വാഡുകളിലായി, ഒരു സ്ക്വാഡ് 2 ആളെ വെച്ച് 100 സ്ക്വാഡുകളായി 9,500 വീടുകളിൽ സമയമെടുത്തുകൊണ്ട് സംസാരിക്കും.